ഞാൻ രഹസ്യമായിട്ട് വെച്ചിരുന്നത് എഴുതുന്ന കാര്യങ്ങളൊക്കെ. എന്നെ കെട്ടിച്ചു വീട്ടിലെ എൻ്റെ ഡാഡിയും മമ്മിയും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരാണ് ഇത് ചെക്ക് ചെയ്തത്, ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിലെ റോഷസ് സ്റ്റീഫൻ അച്ഛൻ ഇടവക ദിനത്തിന് എന്നെ ആദരിച്ചിരുന്നു. ഞാനിനി ഇംഗ്ലീഷ് എഴുതും. ഞാൻ ജർമ്മൻ പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞ് ഞാൻ ജർമ്മനി എഴുതും. ജർമ്മൻ ഇതുവരെ ഇവിടെ ആരും എഴുതിയതായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ MCA പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പം ജർമ്മനിയിലേക്ക് പോകാനായിട്ട് ഉള്ള ഇതിലാണ്. പേപ്പർ വർക്ക് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മ എന്ന് രാത്രി വിളിച്ചാലും അത് ചോദിക്കുന്നത് നീ ബൈബിൾ എഴുതിയോന്നാ. അമ്മയുടെ ആ ഒരു പ്രചോദനമൊക്കെയാണ് ശരിക്കും എന്നെ ബൈബിൾ എഴുതാനൊക്കെ ആയിട്ട്. എൻ്റെ സഹോദരി എഴുതുന്നുണ്ട്, അവളെ ബോംബെയിലാണ്. അവിടെയും ആരും ഇങ്ങനെ എഴുതി കണ്ടിട്ടില്ല, പക്ഷെ അവൾ എഴുതുന്നുണ്ട്. ഇന്നലെ എൻ്റെ കസിൻസ് ഒക്കെ വീട്ടിൽ വന്നവരെല്ലാം ഇത് കണ്ടു. കുറെ പേര് എഴുതുന്നുണ്ട്. ഇത് കണ്ടു പോയിട്ട് എൻ്റെ ഒരു കുഞ്ഞു കസിൻ, അവനാണെങ്കിൽ 6ാം ക്ലാസ്സിലായിട്ടുള്ളൂ, ഉൽപ്പത്തിയുടെ ആദ്യത്തെ ഒരു പേജോളം അവൻ എഴുതി. നമ്മളിത് പള്ളിയിൽ വെക്കാനായിട്ടാണ്, ഞാൻ എൻ്റെ ഇടവകയിൽ വെക്കാനായിട്ടാണ്. കാരണം ആരെങ്കിലും ഇൻസ്പയർ ചെയ്ത് എഴുതുവാണെങ്കിൽ അങ്ങനെ. ഇപ്പം ഇത് മത്സരത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഏപ്രിലിൽ ഇത് തിരിച്ചു വരും. പിന്നെ ഞാൻ എൻ്റെ ഇടവക ദേവാലയത്തിൽ വെക്കാനാണ്, തോമസ് ലീഹ ചർച്ച് കൊല്ലത്ത് വെക്കാനാണ് പ്ലാൻ.